ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. ഇടതുമുന്നണിയിൽ ഘടകകക്ഷികൾക്ക് അസംതൃപ്തിയെന്ന് നാഷണൽ ജനതാദൾ. ചാലിപ്പുഴയിലും ഇരുവഞ്ഞിപ്പുഴയിലും സാഹസികതകൾ ഒരുക്കി മലബാർ റിവർ ഫെസ്റ്റിവൽ ജൂലൈ 25 മുതൽ. കോവിഡാനന്തര ഹൃദ്രോഗ സാധ്യതയെ പ്രതിരോധിക്കാൻ മൈക്രോചെക്ക് ഒരുക്കുന്ന പരിശോധനാ പദ്ധതിക്ക് തുടക്കം. സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിച്ചുയരുന്നു. AC മിലാൻ അന്താരാഷ്ട്ര ടൂർണമെന്റിൽ പന്ത് തട്ടാൻ കേരളത്തിലെ കുരുന്നുകൾ ഇറ്റലിയിലേക്ക്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദായനികുതി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രതിഷേധം കടുപ്പിച്ച പ്രവർത്തകർക്കു നേരെ പോലീസ് ലാത്തിയും ജലപീരങ്കിയും പ്രയോഗിച്ചു. 10ഓളം പ്രവർത്തകർക്ക് പരുക്കേറ്റു. പ്രകടനമായെത്തിയ SFI പ്രവർത്തകരെ മാനാഞ്ചിറ SBIക്ക് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിട്ടു. പോലീസ് ബാരിക്കേഡ് മറച്ചിട്ട ശേഷം ആദായനികുതി ഓഫീസ് ലക്ഷ്യമാക്കി നീങ്ങിയ പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിച്ചാർജ് നടത്തി. 10 പ്രവർത്തകർക്ക് പരിക്കേറ്റു. ഒരാൾക്ക് കണ്ണിനും മറ്റൊരാൾക്ക് തലയ്ക്കും പരിക്കുണ്ട്. ലാത്തിച്ചാർജിനിടെ നിലത്തു വീണ പോലീസിന്റെ ഫൈബർ ലാത്തിയെടുത്ത് പ്രവർത്തകർ പോലീസിനെ തിരിച്ചടിച്ചു. സംഭവത്തിൽ പോലീസുകാർക്ക് പരിക്കില്ലെന്ന് ടൗൺ പോലീസ് പറഞ്ഞു. കണ്ടാലറിയാവുന്ന 21 പേർക്കെതിരെ കേസെടുത്തു. SFI കേന്ദ്ര കമ്മിറ്റി അംഗം KV അനുരാഗ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ കഠിനാധ്വാനത്തിന്റെ ഭാഗമായി ഒരുപാട് വർഷത്തെ പ്രയത്നത്തിന്റെ എല്ലാം ഭാഗമായി എഴുതപ്പെട്ട നീറ്റ് എക്സാമിനെ വളരെ പ്രതീക്ഷയോടുകൂടിയായിരുന്നു ആ റിസൾട്ടിനെ പ്രതീക്ഷിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ ഇരുന്നത്. എന്നാൽ പ്രത്യേകമായി നാളിതുവരെ ഇല്ലാത്ത നീറ്റ് എക്സാം നടത്തിയതുമായി ബന്ധപ്പെട്ട് നാളിതുവരെ ഇല്ലാത്ത രൂപത്തിലേക്കുള്ള ക്രമക്കേടുകളാണ് ഈ 2024 നീറ്റ് എക്സാമുമായി വാർത്തകളായി നമ്മുടെ മുന്നിലേക്ക് എത്തപ്പെട്ടത്. അതിൽ വിവിധങ്ങളായ വിഷയങ്ങളുണ്ട്. ഞങ്ങളുടെ ആവശ്യം നീറ്റ് എക്സാം പുനഃസംഘടിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം വളരെ ആശങ്കപരമായ കാര്യങ്ങൾ ആ ഘട്ടത്തിൽ ഉയർന്നിട്ടുള്ളത് ഈ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ടാണ്. പ്രസിഡന്റ് P താജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം അഭിഷ പ്രഭാകർ, ജോയിന്റ് സെക്രട്ടറി PK മിഥുൻ, ഫിദൽ റോയ്സ് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇടതുമുന്നണിയിൽ ഘടകകക്ഷികൾക്ക് അസംതൃപ്തിയെന്ന് നാഷണൽ ജനതാദൾ. തെരഞ്ഞെടുപ്പിന് ശേഷം അർഹമായ പരിഗണന മുന്നണിയിൽ നിന്നും കിട്ടിയില്ലെന്ന് വിലപിക്കുന്ന RJD നേതാവ് MP ശ്രേയാംസ് കുമാറും പ്രവർത്തകരും UDFിലേക്ക് വരണമെന്നും നാഷണൽ ജനതാദൾ സംസ്ഥാന നേതാക്കൾ ആവശ്യപ്പെട്ടു. LDF ഇന്ന് പരിഭ്രാന്തിയിലാണ്. LDF ഒരു മുങ്ങുന്ന കപ്പലാണെന്ന് അതിന്റെ കൂടെയുള്ള ഘടകകക്ഷികൾ ധരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് ഞങ്ങളുടെ രാഷ്ട്രീയപരമായ അഭിപ്രായം. ആ LDFിലെ ഘടകകക്ഷികളെ എടുത്തു നോക്കിയാൽ പല ഘടകകക്ഷികളും പുറത്തേക്കുള്ള വഴി അന്വേഷിക്കുന്നു എന്നതിന്റെ സൂചനകൾ
ഇത് ഏറ്റവും കൂടുതൽ നന്നായി മനസ്സിലാക്കുന്നത്, എക്കാലത്തും മനസ്സിലാക്കുന്നതും CPM തന്നെയാണ്. അതുകൊണ്ടാണല്ലോ അവർക്ക് അവകാശപ്പെട്ട 2 സീറ്റ്, അവർ മുന്നണിക്ക് അവകാശപ്പെട്ട 2 സീറ്റുകൾ, അവർക്ക് അവകാശപ്പെട്ട ഒരു സീറ്റ് പോലും മാണി ഗ്രൂപ്പിന് കൊടുത്ത് സറണ്ടർ ചെയ്യേണ്ടുന്ന സ്ഥിതിയിലേക്ക് CPM എത്തിച്ചേർന്നത് ഇന്നത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ മറ്റാരേക്കാളും CPM മനസ്സിലാക്കുന്നു എന്ന കാരണം കൊണ്ട് തന്നെയാണ്. 2009 രാഷ്ട്രീയ കാരണങ്ങളാൽ LDF വിട്ട് UDF-ൽ ചേർന്ന വീരേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലുള്ള ജനതാദൾ UDF-ൽ നിന്നും വലിയ പരിഗണനകൾ നേടിയെടുത്ത ശേഷം 2018 UDF-നെ ഉപേക്ഷിച്ച് LDF-ലേക്ക് കാലുമാറിയത് വലിയ രാഷ്ട്രീയ വഞ്ചനയായിരുന്നുവെന്ന് നാഷണൽ ജനതാദൾ സംസ്ഥാന സമിതി ഭാരവാഹികൾ പറഞ്ഞു. LDF-ൽ പോയിട്ട് തിരികെ ഒന്നും ലഭിച്ചില്ല എന്ന് വിലപിക്കുന്നത് രാഷ്ട്രീയ മാന്യതയല്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. LDF-ന്റെ ദുർഭരണത്തിനെതിരെ UDF-ന്റെ കൂടെ നിൽക്കാനും രാജ്യത്ത് നടക്കുന്ന വലിയ രാഷ്ട്രീയ മാറ്റത്തിൽ പങ്കുചേരാനും ശ്രേയാംസ് കുമാർ തയ്യാറാവണമെന്നും അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവരും UDF-ലേക്ക് വരണമെന്നും നേതാക്കളായ ജോൺ, P. പ്രദീപ് കുമാർ, ചോലക്കര മുഹമ്മദ്, AP യൂസഫ് അലി മടവൂർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ശ്രേയാംസ് കുമാറിനും സംഗതി വിവരം കിട്ടി. ഇത് മുങ്ങുന്ന കപ്പലാണ്, അവിടെ നിന്നിട്ട് കാര്യമില്ല, ഒന്നും കിട്ടുന്നില്ല. ശ്രേയാംസ് കുമാർ നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത്, ജനതാദൾ എസിന് 70 സ്ഥാനങ്ങൾ കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് അവർക്ക് 4 എണ്ണമേ കിട്ടിയുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ല, ഇനി കിട്ടാനില്ല എന്ന് മാത്രമല്ല ഈ കപ്പല് മുങ്ങാണെന്ന് മനസ്സിലായോണ്ടായിരിക്കണം ശ്രേയാംസ് കുമാർ 2 ദിവസം മുമ്പ് പത്രസമ്മേളനം നടത്തി അദ്ദേഹം വിലപിച്ചത് നമ്മളൊക്കെ കണ്ടു, എല്ലാവരും കണ്ടു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചാലിപ്പുഴയിലും ഇരുവഞ്ഞിപ്പുഴയിലും പാറക്കെട്ടുകൾക്കിടയിൽ സാഹസികതയുടെ കാഴ്ചകളുമായി വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരം 10ാം വർഷത്തിലേക്ക്. മലബാർ റിവർ ഫെസ്റ്റിവൽ ജൂലൈ 25 മുതൽ 4 ദിവസങ്ങളിലായി നടക്കും. ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട പ്രഥമ യോഗം ചേർന്നു. ഇത്തവണത്തെ മലബാർ റിവർ ഫെസ്റ്റിവൽ പ്രീ ഇവന്റുകൾ ഉൾപ്പെടെ വിപുലമായി 8 പഞ്ചായത്തുകളിലും മുക്കം നഗരസഭയിലുമായാണ് നടക്കുന്നത്. കോടഞ്ചേരി, തിരുവമ്പാടി, കൂടരഞ്ഞി, കാരശ്ശേരി, കൊടിയത്തൂർ, പുതുപ്പാടി, ഓമശ്ശേരി, ചക്കിട്ടപ്പാറ പഞ്ചായത്തുകളാണ് ഉൾപ്പെട്ടത്. കോടഞ്ചേരിയിലെ പുലിക്കയത്തിനും തിരുവമ്പാടിയിലെ അരിപ്പാറയ്ക്കും പുറമെ ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ മീൻതുള്ളിപ്പാറയിലും കയാക്കിംഗ് അരങ്ങേറും. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ്, കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി, DTPC, ജില്ലാ പഞ്ചായത്ത് എന്നിവരാണ് ഫെസ്റ്റിവൽ നടത്തുന്നത്. ഫെസ്റ്റിവലിന്റെ ആദ്യ യോഗം കഴിഞ്ഞ ദിവസം ചേർന്നു. ഈ വർഷം 20 രാജ്യങ്ങളിൽ നിന്നുമുള്ള രാജ്യാന്തര കയാക്കർമാരെയും 100-ലധികം ദേശീയ കയാക്കർമാരെയുമാണ് പ്രതീക്ഷിക്കുന്നത്. 8 രാജ്യങ്ങളിൽ നിന്നുള്ള 11 രാജ്യാന്തര കയാക്കർമാർ ഇതിനോടകം പങ്കാളിത്തം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഫെസ്റ്റിവലിന്റെ പ്രചരണാർത്ഥം വ്യത്യസ്ത തരത്തിലുള്ള സാഹസിക കായിക വിനോദങ്ങൾ ഉൾപ്പെടുത്തിയ പ്രീ ഇവന്റുകൾ ഇത്തവണ നടത്തും. ഓൺലൈനായി നടന്ന യോഗത്തിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു. മലബാർ മേഖലയിലെ ടൂറിസത്തെ കൂടുതൽ ഇവന്റുകൾ നൽകി വികസിപ്പിക്കുക എന്നുള്ളതാണ്. അതെന്തെങ്കിലും ഒരു പ്രാദേശികമായ വികാരത്തിന്റെ ഭാഗമായിട്ടുള്ള നിലപാടല്ല. ലിൻഡോ ജോസഫ് MLA, വിനോദസഞ്ചാര വകുപ്പ് സെക്രട്ടറി K. ബിജു, ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ, കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ചെയർമാൻ SK സജീഷ് എന്നിവർ പങ്കെടുത്തു. ഓഫ്ലൈനായി ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, KITPS ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ബിനു കുര്യാക്കോസ്, ടൂറിസം ജോയിന്റ് ഡയറക്ടർ D. ഗിരീഷ് കുമാർ, മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു.
കോവിഡാനന്തര ഹൃദ്രോഗ സാധ്യതയെ പ്രതിരോധിക്കാൻ മൈക്രോചെക്ക് ഒരുക്കുന്ന പരിശോധനാ പദ്ധതിക്ക് കൈകോർത്ത് പോലീസ്. കോവിഡ് ഭേദമായവരിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വർദ്ധിക്കുന്നതായുള്ള റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് ഹൃദയപരിചരണത്തിനുള്ള പരിശോധനാ സംവിധാനമൊരുക്കുന്നത്. കോഴിക്കോട് കമ്മീഷണർ ഓഫീസിൽ നടന്ന പരിശോധനയിൽ 100-ലേറെ സേനാംഗങ്ങൾ പങ്കെടുത്തു. പോലീസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി രാഗേഷ് PR ഉദ്ഘാടനം ചെയ്തു. പൊതുജനങ്ങളിൽ അവബോധമുണ്ടാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലയിലെ പോലീസുകാർക്ക് പരിശോധന നടത്തിയത്. ഒറ്റ രക്തസാമ്പിൾ ഉപയോഗിച്ചുള്ള 40 ടെസ്റ്റുകളിലൂടെയാണ് കോവിഡ് അനുബന്ധ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് തിരിച്ചറിയുക. ലളിതമായ രക്തപരിശോധനയിലൂടെ ഹൃദയാരോഗ്യ പ്രശ്നങ്ങൾ തിരിച്ചറിയാനാകും. കുറഞ്ഞ ചെലവിൽ വീട്ടിലെത്തി സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധന നടത്തിക്കൊടുക്കുന്നതാണ് പദ്ധതി. പരിശോധനാ ഫലങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുമായി ഫോണിൽ ചർച്ച ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കും. ഇപ്പോൾ ഇന്ന് നമ്മൾ നടത്തിയ പരിപാടികൾ ഇവിടെ നടത്തിയത് ഒരു ഹെൽത്ത് ചെക്കപ്പാണ്. അത് പോസ്റ്റ് കോവിഡ് ഒരു കാലത്തിൻ്റെ പ്രത്യേകത എന്നുള്ള നിലയ്ക്ക് അപ്രതീക്ഷിതമായ യോഗങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകുന്നു. പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരു പോസ്റ്റ് കോവിഡ് കാർഡിയോ ഹെൽത്ത് ചെക്കപ്പ് ഏറ്റവും നല്ല രീതിയിൽ നടത്തണം എന്ന് തീരുമാനിച്ചത്. അപ്പോൾ നമ്മൾ മൈക്രോ ഹെൽത്ത് ചെക്കുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവർ ഒരു 5000 രൂപയുടെ നമുക്ക് ഒരു വളരെ നല്ല ഡിസ്കൗണ്ട് റേറ്റിൽ തരാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മളത് നടത്തി. അത്തരത്തിലുള്ള വിവിധ പരിപാടികൾ, അതുപോലെ തന്നെ 21-22 സമ്മേളനം, 21-ാം തീയതി വലിയ തോതിലുള്ള ഒരു കുടുംബ സംഗമം, അത് കുട്ടികളുടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ മക്കളുടെ കലാപരിപാടികൾ ഉൾപ്പെടെ, പുറത്തുനിന്നുള്ള ഒരു ഗ്രൂപ്പിൻ്റെ നല്ല ഒരു ഡാൻസ് പ്രോഗ്രാം ഉൾപ്പെടെ. കമ്മീഷണർ ഓഫീസിലെ പരിശോധനയുടെ ഭാഗമായുള്ള ചടങ്ങിൽ KPA ജില്ലാ പ്രസിഡന്റ് ഷാജു അധ്യക്ഷത വഹിച്ചു. രതീഷ് ചെറുകുളത്തൂർ, റഷീദ്, സുനിൽ, ധന്യ തയ്യിൽ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിച്ചുയരുന്നു. പച്ചക്കറി വില ഉയരുന്നത് കുടുംബ ബജറ്റിന്റെ താളം തെറ്റിക്കുകയാണ്. പച്ചക്കറിയുടെ ലഭ്യത കുറവാണ് വില ഉയരാനുള്ള കാരണം. കഠിനമായ വേനലും കനത്ത മഴയും ഉൽപാദനത്തെ ബാധിച്ചതായി കച്ചവടക്കാർ പറയുന്നു. സംസ്ഥാനത്തേക്ക് പച്ചക്കറി എത്തുന്നത് പ്രധാനമായും തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഇവിടങ്ങളിൽ ഉൽപാദനം കുറഞ്ഞതും വില കൂടാൻ കാരണമായിട്ടുണ്ട്. കഴിഞ്ഞ വേനലിലെ കഠിനമായ ചൂട് വിളനാശത്തിന് കാരണമായി. നേരത്തെ പെയ്ത മഴ ഉൽപാദനത്തെ തടസ്സപ്പെടുത്തിയതും പച്ചക്കറിയുടെ ലഭ്യത കുറയാൻ കാരണമായി. പ്രതീക്ഷിക്കാതെ പെയ്ത മഴയിൽ ധാരാളം വിത്തുകൾ നശിച്ചു പോയതും കാർഷികോൽപാദനത്തെ പ്രതികൂലമായി ബാധിച്ചു. പച്ചമുളക്, തക്കാളി, പാവയ്ക്ക, ബീൻസ്, കോളിഫ്ലവർ എന്നിവയ്ക്ക് ഒരാഴ്ചയായി വില കുറഞ്ഞിട്ടില്ല. പച്ചമുളകിൻ്റെയും തക്കാളിയുടെയും വില ഉയർന്നു തന്നെ നിൽക്കുന്നത് ഹോട്ടൽ മേഖലയ്ക്കും പ്രതിസന്ധിയാകുന്നു. കഴിഞ്ഞ ദിവസം പച്ചമുളകിന് വിപണിയിൽ 80 രൂപയായിരുന്നു വില. കഴിഞ്ഞ ആഴ്ച 60 രൂപയായിരുന്നു വില. തക്കാളിക്ക് 60 രൂപ. ഇഞ്ചിക്ക് 2 ആഴ്ചയായി കിലോഗ്രാമിന് 140 രൂപയാണ്. ബീൻസിന് കിലോഗ്രാമിന് 110 രൂപ. പച്ചപ്പയറിന് 70 രൂപ, കാരറ്റിന് 30 രൂപ, ബീട്രൂട്ടിന് 30 രൂപ, വെണ്ടയ്ക്ക 35, ക്യാബേജ് 30, കപ്പ 25, മത്തങ്ങ 40, കുമ്പളങ്ങ 30 എന്നിവയാണ് വില വിവരം. ഇതിൽ 2 ആഴ്ചയായി കാര്യമായ വ്യത്യാസമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ഉരുളക്കിഴങ്ങ്, സവാള, വഴുതനങ്ങ എന്നിവയുടെ വിലയിലും കഴിഞ്ഞ ആഴ്ചയിൽ നിന്നും വലിയ വ്യത്യാസം സംഭവിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. AC മിലാൻ അന്താരാഷ്ട്ര ടൂർണമെന്റിൽ പന്ത് തട്ടാൻ കേരളത്തിലെ കുരുന്നുകൾ ഇറ്റലിയിലേക്ക്. AC മിലാൻ അക്കാദമി കേരളയിലെ 10 കുട്ടികളാണ് അന്താരാഷ്ട്ര വേദിയിൽ വിദേശ ടീമുകളുമായി മാറ്റുരയ്ക്കാൻ യാത്ര തിരിച്ചത്. അണ്ടർ 11 മിലാൻ കപ്പ് ടൂർണമെന്റിൽ പന്തുരുട്ടാൻ കേരളത്തിന്റെ കുരുന്നുകൾ ഇറ്റലിയിലേക്ക് പറന്നു. കേരളത്തിലെ AC മിലാൻ അക്കാദമിയുടെ 12 കോച്ചിംഗ് സെന്ററുകളിൽ പരിശീലനം നേടുന്ന 500 കുട്ടികളിൽ നിന്ന് തിരഞ്ഞെടുത്ത 10 കുട്ടികളാണ് ഇന്നലെ ഇറ്റലിയിലേക്ക് വിമാനം കയറിയത്. ശരൺ കെ ശങ്കർ ക്യാപ്റ്റനായ ടീമിൽ ഹിഷാം PV, ഹനീഫ് TV, ബെന്യാമിൻ, റയാൻ റിച്ച്, മുഹമ്മദ് യാസീൻ, യൂസഫ്, ലെമിൻ ജെയ്സൽ, മാധവ് സന്ദീപ്, ശ്രീഹരി, മുഹമ്മദ് ഹൗമിൻ സാദിഖ് എന്നിവർ അംഗങ്ങളാണ്. എറണാകുളം, കോഴിക്കോട്, മലപ്പുറം, എടപ്പാൾ, കൊണ്ടോട്ടി എന്നിവിടങ്ങളിൽ നിന്നുള്ള കുരുന്നുകളാണ് ഇറ്റലിയിൽ വിദേശ ടീമുമായി മാറ്റുരയ്ക്കുന്നത്. AC മിലാൻ ടെക്നിക്കൽ ഡയറക്ടർ ആൽബർട്ട് ലാഗണ്ടേല, ഡയറക്ടർ മിലൻ ബൈജു, കോച്ചുകളായ മൊഹീദ് അമാൻ, മുഹമ്മദ് അജ്മൽ എന്നിവരാണ് 10-അംഗ ടീമിനെ നയിക്കുന്നത്. AC മിലന് കേരളത്തിൽ മാത്രമേ പരിശീലന കേന്ദ്രങ്ങളുള്ളൂ. അതുകൊണ്ട് തന്നെ ഇറ്റലിയിൽ നിന്നും വിവിധ രാജ്യങ്ങളിൽ നിന്നുമായി 90 ടീമുകൾ പങ്കെടുക്കുന്ന മിലാൻ കപ്പ് അണ്ടർ 11 ഇന്റർനാഷണൽ ടൂർണമെന്റിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചായിരിക്കും ഇവർ മത്സരിക്കുക. കൊണ്ടോട്ടി റിക്സ് അറീനയിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങിൽ AC മിലാൻ കേരള ഡയറക്ടർ സുഹൈൽ ഗഫൂർ, കോച്ചുകളായ മൊഹീദ് അമാൻ,
മുഹമ്മദ് അജ്മൽ, ടീം അംഗങ്ങളുടെ രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. 3 ദിവസമാണ് മത്സരം. 17 സംഘം കേരളത്തിലേക്ക് തിരിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഇന്റർനാഷണൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് സമ്മിറ്റ് ഒക്ടോബർ 12 മുതൽ 14 വരെ കോഴിക്കോട് ബീച്ചിൽ നടക്കും. പ്രശസ്ത കലാകാരന്മാർ അണിനിരക്കുന്ന കലാവിരുന്നും ലൈവ് ഷോയും വിവിധ സ്റ്റാളുകളും സമ്മിറ്റിന്റെ ഭാഗമായി ഒരുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഈ വരുന്ന ഒക്ടോബർ 12, 13, 14 തീയതികളിലാണ് നമ്മൾ ഈ സമ്മിറ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ലോകത്തു നിന്നുള്ള 60 രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ കേരളത്തിലേക്ക് കൊണ്ടുവരിക, കേരളത്തിലൊരു ക്രിയേറ്റർ എക്കോസിസ്റ്റം ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു 3 ദിവസത്തെ ക്രിയേറ്റർ ഫെസ്റ്റിവലാണിത്. കോഴിക്കോട്ട് നടക്കുന്ന ക്രിയേറ്റർ ഫെസ്റ്റിവലിൽ 60-ലധികം രാജ്യങ്ങളിൽ നിന്നും പ്രമുഖരായ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി 150-ൽ പരം സ്പീക്കേഴ്സ് അവരുടെ അനുഭവങ്ങളും അറിവുകളും പങ്കുവയ്ക്കും. ഒക്ടോബർ 12, 13, 14 ദിവസങ്ങളിൽ നടക്കുന്ന ഫെസ്റ്റിവലിൽ വർക്ക്ഷോപ്പുകൾ, മത്സരങ്ങൾ, നെറ്റ്വർക്കിംഗ് സെഷനുകൾ എന്നിവയും ഉൾപ്പെടും. പങ്കെടുക്കുന്നവർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേഷനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും പുതിയ അറിവുകൾ നേടാനും സമ്മിറ്റ് അവസരമൊരുക്കുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പബ്ലിക്കിന് കയറാനുള്ള ഒരു കൾച്ചറൽ ഫ്ലീ മാർക്കറ്റും കൾച്ചറൽ ഫെസ്റ്റും കൂടെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. 2 സെഷൻസ് ആയിട്ട് നടക്കുന്നുണ്ട്. കോഴിക്കോട് ബീച്ചിൽ തന്നെ ഒരു ഭാഗത്ത് ഫ്ലീ മാർക്കറ്റും വരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഭവൻസ് രാമകൃഷ്ണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ഭൂമിക 2024 ക്യാമ്പിന്റെ ഭാഗമായി ഗോദീശ്വരം കടലോരം ശുചീകരിച്ചു. ബീച്ച് മലിനമാകാതെ സൂക്ഷിക്കാൻ ഡസ്റ്റ് ബിന്നുകളും സ്ഥാപിച്ചു. കോളേജ് അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. രാമനാട്ടുകര ഭവൻസ് രാമകൃഷ്ണൻ ടീച്ചർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ സഹകരണത്തോടെ ഗോദീശ്വരം ബീച്ചിൽ മാലിന്യ ശേഖരണത്തിന് ബിന്നുകൾ സ്ഥാപിച്ചു. ബ്രൈറ്റ് നടപ്പാക്കുന്ന ഭൂമിക കമ്മ്യൂണിറ്റി ലിവിംഗ് ക്യാമ്പിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ബീച്ചും പരിസരവും ശുചീകരിച്ചു. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം പൂർണ്ണമായും നീക്കം ചെയ്തു. ഭവൻസ് രാമകൃഷ്ണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ രാമനാട്ടുകര 2023 ഭൂമിക 2024 ഭാഗമായിട്ടാണ് നമ്മൾ ഗോദീശ്വരത്ത് എത്തിയത്. ഗോദീശ്വരം ബീച്ച് ക്ലീനിങ്, നമ്മൾ 4 പ്രൊജക്റ്റുകളുണ്ട്. അതിലൊന്ന് ഗോദീശ്വരം ബീച്ച് ക്ലീനിങ് ആണ്. അതിന് തീരരക്ഷ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഗോദീശ്വരം ബീച്ച് ക്ലീനിങ്ങിനോടൊപ്പം തന്നെ 4 ഡസ്റ്റ് ബിന്നുകൾ നമ്മളിവിടെ സ്ഥാപിക്കുന്നുണ്ട്. കോർപ്പറേഷൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ND ശ്രീനിവാസൻ, JHIമാരായ UG ജീവൻലാൽ, P ഹരീഷ്, SU സുജി, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. പേ വിഷബാധ പ്രതിരോധത്തിന്റെ ബോധവൽക്കരണവുമായി അരക്കിണർ ഗോവിന്ദവിലാസ് ALP സ്കൂളിൽ കുട്ടികൾക്കായി ക്യാമ്പയിൻ നടത്തി. ബേപ്പൂർ കുടുംബാരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ P രാജകുമാർ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ മൃഗങ്ങളിലൂടെ മുറിവ് പറ്റിയാൽ എങ്ങനെ ചെയ്യണമെന്ന് കുട്ടികൾക്ക് വിശദീകരിച്ചു. അരക്കിണർ ഗോവിന്ദവിലാസ് ALP സ്കൂളിൽ ബേപ്പൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സ്കൂൾ ഹെൽത്ത് ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികളിൽ പേവിഷബാധ പ്രതിരോധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടും പേവിഷബാധ പ്രതിരോധ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും വിദ്യാർത്ഥികളിൽ നടത്തിയ ബോധവൽക്കരണ പരിപാടി ബേപ്പൂർ കുടുംബാരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ P രാജകുമാർ ഉദ്ഘാടനം ചെയ്തു. നായയെ പണ്ടത്തെ നമ്മൾ നായയൊക്കെ കൊന്നൊടുക്കിയിരുന്നു, പക്ഷെ ഇപ്പോൾ അതൊന്നും പാടില്ല, അങ്ങനെ ഒരു നിയമമുണ്ട്. സ്റ്റാഫ് സെക്രട്ടറി P സ്മിത അധ്യക്ഷയായി.
ബേപ്പൂർ കുടുംബാരോഗ്യ കേന്ദ്രം MLSP PM രമ്യ സംസാരിച്ചു. പ്രധാനാധ്യാപകൻ MR പ്രശാന്ത് സ്വാഗതവും ഹെൽത്ത് ക്ലബ് കൺവീനർ A വിഷ്ണുവായ നന്ദിയും പറഞ്ഞു. മൃഗങ്ങളുടെ കടി, മാന്തൽ, പോറൽ എന്നിവയിലൂടെ ശരീരത്തിൽ മുറിവ് സംഭവിച്ചാൽ അധ്യാപകരെയോ രക്ഷിതാക്കളെയോ ഉടനടി വിവരമറിയിക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക. പേവിഷബാധ ഏൽക്കാതെ സുരക്ഷാ നടപടികൾ സ്വീകരിക്കുന്നത് സംബന്ധിച്ച് അവബോധം നൽകുന്നതിന് സ്കൂളിൽ സ്പെഷ്യൽ അസംബ്ലിയും നടത്തി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. ഇടതുമുന്നണിയിൽ ഘടകകക്ഷികൾക്ക് അസംതൃപ്തിയെന്ന് നാഷണൽ ജനതാദൾ. ചാലിപ്പുഴയിലും ഇരുവഞ്ഞിപ്പുഴയിലും സാഹസികതകൾ ഒരുക്കി മലബാർ റിവർ ഫെസ്റ്റിവൽ ജൂലൈ 25 മുതൽ. കോവിഡാനന്തര ഹൃദ്രോഗ സാധ്യതയെ പ്രതിരോധിക്കാൻ മൈക്രോചെക്ക് ഒരുക്കുന്ന പരിശോധനാ പദ്ധതിക്ക് തുടക്കം. സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിച്ചുയരുന്നു. AC മിലാൻ അന്താരാഷ്ട്ര ടൂർണമെന്റിൽ പന്ത് തട്ടാൻ കേരളത്തിലെ കുരുന്നുകൾ ഇറ്റലിയിലേക്ക്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.